ഇന്ന് നമുക്ക് കുറച്ച് തണ്ണിമത്തൻ നട്ടു കൊടുക്കുക. ഇത് കൊണ്ടുവന്ന് വെച്ചിട്ട് കുറെ ദിവസമായിട്ടോ. ട്രേയിൽ ഒരു ട്രേ തൈ എടുത്തിരുന്നു നമ്മള്. ഇതിന്റെ കൂടെയുള്ള തൈകളൊക്കെ നട്ട് കഴിഞ്ഞാൽ തണ്ണിമത്തൻ മാത്രം നമ്മൾ നട്ടിട്ടില്ല. അപ്പൊ നമ്മൾ നടുന്ന സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു തരാം. കൂടുതലായിട്ടൊന്നും നടുന്നില്ല, ഇതിലുള്ള തൈകൾ മാത്രം ഇതാ ഈ ഒരു സ്ഥലത്ത് കേട്ടോ. നമുക്ക് മെയിനായിട്ട് തണ്ണിമത്തൻ കൂടുതൽ ചെയ്യാൻ പറ്റാത്തത് കുരങ്ങിന്റെ ശല്യം കൊണ്ടാണ്. അതുകൊണ്ട് നമ്മളെ ഫാമിനോട് ചേർന്നതാ ഈ സ്ഥലത്ത് നമ്മൾ കുഴികളൊക്കെ എടുത്ത് വെച്ചിട്ട് കുറേ ദിവസമായി. അതിൻ്റെ കുമ്മായും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. കുമ്മായം കരിയിലൊക്കെ ഇട്ട് കൂട്ടി ഒന്ന് കത്തിച്ചൊന്നും ചെയ്തിരുന്നു കേട്ടോ. അവിടെ ഇടയിൽ കുമ്മായൊക്കെ ഇട്ട് വെച്ച് സെറ്റാക്കി വെച്ചതാണ്. കത്തിച്ചതിൻ്റെ ആ ചാരൊക്കെ കാണുന്നുണ്ടല്ലോ. ഇതുപോലുള്ള വട്ടക്കുഴികൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്നതാ നമ്മളെ കെങ്ങുണ്ട് കേട്ടോ. കെങ്ങ രാവിലെ വന്നിട്ടുണ്ട്. കെങ്ങപ്പം ഇതിന് മുകളിൽ ഇതാ നേരെ മുകളിൽ മാവിൻ്റെ മരം, അതിന് ഫുള്ള് ഇലകൾ പിന്നെയും വീണിട്ട് കെങ്ങ കുഴിയത്തെ ഇലയൊക്കെ ഒന്ന് മാറ്റിയിട്ടതാ. എന്താ വെച്ചാൽ കൊത്തി വളം ഇടാണ്ട്. അപ്പം അതുകൊണ്ട് അതൊക്കെ വൃത്തിയാക്കി. ഇവിടെ കണ്ടോ നമ്മുടെ പാഷൻ ഫ്രൂട്ടിന്റെ വള്ളി ഇതാ പടർന്ന് കയറുന്നുണ്ട്. അതിന്റെ പന്തലൊക്കെ ഇട്ട് ഇതൊക്കെ മുന്നത്തെ വീഡിയോ നമ്മൾ കാണിച്ചാണ്. പാഷൻ ഫ്രൂട്ട് അങ്ങനെ കയറിപ്പോണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ട പണിയേ, ആദ്യം നല്ല ആട്ടിൻ കാഷ്ടം കൊണ്ടു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കുറച്ചിട്ടിട്ട് നല്ല മിക്സ് ചെയ്തെടുക്കാം. എല്ലാവരും തണ്ണിമത്തൻ കൃഷി തുടങ്ങി. നമ്മളെ വെറൈറ്റി ഫാമിലെ സുജിത്തേട്ടൻ കുറേ വീഡിയോസ് നമ്മൾ കണ്ട് നട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ നമ്മളെ ഫാമിലെ കാപ്പി വറിയുടെ തിരക്കായതുകൊണ്ടേ കുറച്ച് വൈകിപ്പോയി ഇതൊക്കെ നടാൻ. ഞാൻ പറഞ്ഞാൽ നടുന്ന വീഡിയോ കുറച്ച് ദിവസം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇനിയും വൈകി കഴിഞ്ഞാൽ തണ്ണിമത്തൻ ട്രയൽ കിടന്നിട്ട് തൈകളൊക്കെ ഒന്നിപ്പോൾ തന്നെ ഇവിടെ നമ്മൾ തൈകൾ വെച്ച് ഉണ്ടല്ലേ. ഇപ്പം തന്നെ തൈകളൊക്കെ ഒരു വലിയൊരു നിറവ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്. അത് നേരെ മണ്ണിൽ നട്ടാൽ സെറ്റ് ആവും. ട്രയൽ അധികം നമുക്ക് തണ്ണിമത്തൻ വെക്കാൻ പറ്റില്ല കേട്ടോ. പെട്ടെന്ന് നട്ടു കൊടുക്കണം. അങ്ങനെ വൈകിപ്പോയതാ. ഇന്നലത്തെ വീഡിയോയിൽ കമന്റോട് കമന്റ് ഞാൻ ഉമ്മാനെ ചീത്ത പറഞ്ഞ അങ്ങനെ ചീത്ത പറയരുത് പറഞ്ഞ് ഉമ്മി ഞാൻ അടികൂടിയൊന്നല്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇടയ്ക്ക് തമാശക്കുള്ളതാണ്. അല്ല ചില ആരെങ്കിലും വിചാരിച്ചിരുന്നോ സീരിയസ് ആയിട്ടാണ്. അങ്ങനെ ഒരു പ്രശ്നമില്ല. ഉമ്മ കൂളായി ഇന്ന് എല്ലാത്തിനും കാര്യത്തിൽ ഉമ്മ ഹെൽപ്പ് ചെയ്യാൻ വന്നില്ല കേട്ടോ. ഭയങ്കര കമന്റ് ആയിരുന്നു. ഉമ്മാനെ അങ്ങനെ പറയാൻ പാടില്ല, പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ വരെ കാണൂലെന്ന് വരെ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉമ്മാനെ അങ്ങനെ പറഞ്ഞുകൊണ്ട്. പക്ഷെ അതിൽ കുഴപ്പമില്ല. ഉമ്മ പിന്നെ വീഡിയോയിൽ വരില്ല, അല്ലെങ്കിൽ ഉമ്മാനൊന്ന് ഞാൻ കാണിച്ചിരുന്നു. അപ്പൊ ഇനി നമുക്ക് വളർത്തിയില്ലേ, നല്ല ഇളക്കി വെച്ചതാണ്. ഈ വളം കൂടെ നമുക്ക് മണ്ണിലൊന്ന് ഇതുപോലെ മിക്സ് ചെയ്യാം. ഇതിനൊക്കെ വേണ്ടത് നല്ല മണ്ണിളക്കാണ്. അപ്പോൾ ആദ്യം നമ്മൾ മണ്ണ് നല്ല കൊത്തിപ്പൊടിച്ചിട്ട് നനച്ച്, പിന്നെ ഇവിടെയുള്ള ഇലകളും ഇതൊക്കെ കൂട്ടിയിട്ടുമ്പോൾ ഒന്ന് കത്തിച്ചു, കുമ്മായ ഇട്ട് കൊടുത്തു, അങ്ങനെല്ലാം സെറ്റാക്കി വെച്ച നല്ല ഇളക്കിയിട്ടുണ്ട്. നമ്മൾ ഇട്ട വളവും ഒക്കെ ആട്ടിൻ കാഷ്ടാട്ടോ. ഇത്ര വളം ഇട്ടാൽ മതി, ഇനി കൂടുതലൊന്നും വേണ്ട. ഇനി നമുക്ക് അടിവളമായിട്ട് കുറച്ച് തൈകളൊക്കെ ഒന്ന് പിടിച്ച് കിട്ടിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ അടുത്ത ഏരി ഇവിടെ ഉണ്ട്. അപ്പം അതിലേക്കും കുറച്ച് അങ്ങനെ വളമിട്ട് കൊടുക്കാം. കുരങ്ങിൻ്റെ ശല്യം കാരണം അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ സ്ഥലത്തൊക്കെ തണ്ണിമത്തൻ ചെയ്യായിരുന്നു. ഒന്നും പറയണ്ട. മത്തൻ ഉണ്ടായിട്ട് മത്തൻ ഇപ്രാവശ്യം മഴക്കാലത്ത് അങ്ങനെ മഴ കൂടിയോണ്ട് ഇപ്രാവശ്യം മത്തൻ കുറവായിരുന്നു. ഇപ്പം മത്തൻ്റെ 1-2 വള്ളിയാളുണ്ടായിട്ട് നല്ല മത്തൻ ചായുന്നുണ്ട്. ഇഷ്ടം പോലെ എത്ര തവണ മത്തൻ ഉണ്ട്. എന്താ ഈ 5 മിനിറ്റ് കൂടുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധ മാറുമ്പോഴത്തേക്കും വന്ന് കുരങ്ങ് പറിച്ചു കൊണ്ടുപോകുക. അപ്പം ഞാൻ ഫുള്ള് അതിൻ്റെ മുകളിൽ നെറ്റിട്ട് വെച്ചിട്ടുണ്ട്. നമ്മളെ പച്ചക്കറി വേസ്റ്റ് നിന്ന് കിട്ടിയൊരു മത്തനുണ്ട്. അതങ്ങനെ പടുമുളായിട്ട് വന്നതാണ്. പക്ഷെ ആ മത്തൻ ഇപ്പോൾ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. വലിയ മത്തനാണ്, നാടൻ മത്തനല്ല. ഈ പച്ചക്കറി വേസ്റ്റ് നിന്ന് എന്തായാലും മൈസൂരിന് കർണാടകത്തിൽ നിന്ന് വന്ന മത്തന, പക്ഷെ നല്ല വലുപ്പമുണ്ട്. അപ്പം ഇനി കിട്ടണമെങ്കിൽ നമ്മൾ നെറ്റൊക്കെ ഇട്ട് വെച്ച് നോക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ആ ഭാഗത്തേക്കൊന്നും ഇപ്പോൾ തണ്ണിമത്തൻ നടാൻ പറ്റാത്തത്. എല്ലാ പണികളും കൂടെ ആയി. അല്ലെങ്കിൽ നമ്മൾ തണ്ണിമത്തനൊക്കെ അത്യാവശ്യം വളർച്ച ആവേണ്ട സമയമായി. നല്ല ഈ ഒരു സമയത്ത് ഇങ്ങനെ വെയിലറച്ചിട്ട് മഴ പെയ്താലേ ചെതലിന്റെ ശല്യം കൂടും കേട്ടോ. നല്ല ചെതലുണ്ട്, അതൊരു പ്രശ്നമാണ്, ശ്രദ്ധിക്കണം. നമ്മളെ തൈകളൊക്കെ നട്ടാൽ ഇതിന്റെ വേര് വന്നിട്ട് കെങ്ങ വന്നിട്ട് പണി തുടങ്ങി. എവിടെ പോയത്? ഇപ്പൊ മുങ്ങിയത് കൊടുക്ക. പണി എടുക്കണ പിന്നെ കൈ കഴിയോ? വെള്ളം കുടിക്കാൻ പോയത്. എടുക്ക്, ഇതെടുത്തോ. നമുക്ക് അടുത്ത കുഴിയിലിടാം കേട്ടോ. പിന്നെ നമുക്ക് വേഗം വളങ്ങൾ ഇട്ട് തീർക്കല്ലേ. കുറച്ച് കുഴികളുണ്ട്. ഇവിടെ 2 കുഴിയുണ്ട്, അങ്ങോട്ട് 2 കുഴിയുണ്ട്. ഒരു ഇത്രേ സ്ഥലമേ ഉള്ളൂ. ഇവിടെ നമുക്ക് ഇനി ഇതിൽ നമ്മൾ നടാനുള്ള കുഴികളൊക്കെ എടുക്കണം. ഫ്രണ്ട് ഭാഗം ആയതുകൊണ്ടും പെട്ടെന്ന് നോട്ടം കിട്ടുന്ന സ്ഥലം ആയതുകൊണ്ടാണ് ഇവിടെ തണ്ണിമത്തം നട്ടത്. നമുക്ക് വേഗം പണികൾ തുടങ്ങാം. നമ്മളെ റൂഡിയുടെ കൂട് ഞാനൊന്ന് ഇതിന്റെ പന്തൽ, റൂഡി എന്ന് പറഞ്ഞാല് നമ്മളെ ഡോഗ് കിട്ടോ, നമ്മളെ പട്ടിയുടെ കൂടാണ്. പിന്നെ നമ്മൾ പട്ടീനെ ഒന്നും കൊടുത്തിട്ടില്ല.
പക്ഷെ കൂട് നമ്മൾ അവിടെ അങ്ങനെ നിർത്തിയിട്ടുണ്ട്. അതിന് മുകളിലൂടെ നമ്മൾ പന്തലിട്ടിട്ടാണ് പാഷൻ ഫ്രൂട്ട്. റൂഡി ആ കെങ്ങ റൂഡിനെ അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? കെങ്ങ നമ്മുടെ അടുത്ത് വരുന്നതിന് ഓടിച്ചു വിടും. അതുകൊണ്ട് കെങ്ങക്കൊക്കെ അന്ന് നല്ല പേടിയായി. ഇടി വളം ഇടുക. അത്രയൊന്നും പോരാ, നീ കൊത്തി മറിക്കില്ല ഞാനേറ്റ് ഇട്ടോ. അടുപ്പിച്ച് വെക്കടാ. കെങ്ങ ഇടമനല്ലേ, കുറച്ചുകൂടെ ഇട്. അതൊന്നും പോരാ. കെങ്ങതാ ആട്ടിൻകാഷ്ട ഇട്ട് തരാം കുഴിയിൽ. കുറച്ചുകൂടെ ഒന്നുകൂടെ ഇട്. ഇങ്ങോട്ട് നിർത്തിക്കോ. മതി. ഇനി മറിക്കട്ടെ കേട്ടോ. എന്താ ഇതൊക്കെ ചെറിയ പണിയല്ലേ, കുട്ടികളൊക്കെ അങ്ങനെ പണിയെടുത്ത് ശീലിക്കണ്ടേ. ഇതൊക്കെ മൊബൈലിൽ അഡിക്റ്റ് ആണെങ്കിൽ നല്ല എത്ര നല്ലതല്ലേ അല്ലേ? ഇങ്ങനത്തെ ഒരു സഹായിക്കുന്നത്. വിയമോൾ ഉണ്ട്. വിയമോൾ ഇന്ന് കളിയില്ല. വിളിച്ചു നോക്കി നടാനുണ്ട് പോരി പറഞ്ഞിട്ട്. അപ്പൊ അവിടെ പൊരിഞ്ഞ കളിയില്ല. ഉപ്പേരിക്കുള്ളതൊക്കെ അരിയുണ്ട്, എന്തെല്ലാം ചീരയൊക്കെ പറിച്ചിരുന്നിട്ട്. ഞാൻ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ മൊത്തം ക്ലീൻ ആക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പരത്തിയിട്ട് പോവും. അടുത്ത് എങ്ങനെയാ ഇവിടെ കേട്ടോ. നല്ല ചപ്പ് വീഴുന്നുണ്ടല്ലേ. ചപ്പ് വളമാണേനും. പക്ഷെ എന്ത് പ്രശ്നമല്ല, നമ്മൾ തൈ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മുകളിലോട്ടൊക്കെ ഇത് വന്നു കഴിഞ്ഞാൽ എന്നും എടുത്ത് മാറ്റേണ്ടി വരും. ഇട്. അത് മതി അങ്ങനെ ഇളക്കി. ഇനി അപ്പുറത്തെ കുഴിയിൽ കേട്ടോ. ഇവിടെ കണ്ടോ ഒരു ഇളന്തപ്പഴത്തിന്റെ മരം. ഇത് കായ്ച്ചിട്ടില്ല. ഇതിന്റെ ഇടയ്ക്ക് കുറെ ഭാഗം ഉണങ്ങി പോയിട്ട് ഞാൻ പ്രൂൺ ചെയ്തപ്പോൾ വൃത്തിയായി. ഇതാ കണ്ടോ, ഇതുപോലെ കരിച്ചിൽ വരിക. ബേറാപ്പിൾ എന്നൊക്കെ പറയും. ഇത് ഏതാ മനസ്സിലായി കുഞ്ഞോളെ? നമ്മൾ ഉപ്പിലൊക്കെ ഇട്ട് വെക്കൂലടി ഒരു കായ് ഇങ്ങനെ പ്ലമ്മൂല, അതാണ് ഇളന്തപ്പഴം എന്ന് പറയുന്നത്. അവിടെ യെസ് സാധനം. അപ്പൊ ഇത്താലൊരു മഞ്ഞ നിറത്തിലൊരു ലൈറ്റ് മഞ്ഞ അതന്നെ കരിഞ്ഞു വന്നു. പക്ഷെ ഇതുവരെ കായ്ച്ചിട്ടില്ല. പിന്നെ അവിടെ നിർത്തിയതാ. കായ്ക്കാണ് കായ്ക്കട്ടെ. അതിന്റെ അപ്പുറത്ത് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ടിന്റെ മരമുണ്ട്. ഇപ്പുറം ഭാഗത്ത് ആടലോടകം, മുള്ളാത്ത, ഞാവല് ഒക്കെ കൂടെ അതിന്റെ ഒക്കെ ഷെയ്ഡ് ഉണ്ട്. ഇത് മറ്റേത് സ്റ്റാർ ഫ്രൂട്ട്, സ്വീറ്റുള്ള മധുരമുള്ള എല്ലാ സംഭവം ഉണ്ട്. അതിന്റെ ഒക്കെ ഇടയിൽ ഈ കുറച്ച് ഷെയ്ഡുള്ള സ്ഥലത്തായി പോയി. എത്ര റെഡി ആവുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും നമ്മൾ തണ്ണിമത്തൻ ഇതിന് വിളവെടുക്കും. വെളിച്ചൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ മാവിന്റെ ഒരു ചോലയാണ് ഭയങ്കരം വന്നത് അല്ലേ. കുറച്ചും കൂടെ വളം എടുത്തിട്ട് വരും. എങ്ങനെ എടുത്തിട്ട് വരുമോ? അപ്പൊ നമ്മളെ ഇനി കുഴി എടുക്കുകയാണ്. നമ്മളെ സാധാ ഇഞ്ചി കൈക്കോട്ട് 5 നടുക. നടുക്കൊന്ന് കൊടുക്കുക അല്ലേ. നമ്മൾ ഇഞ്ചി കൈക്കോട്ട് എടുത്തിട്ടുണ്ട്. അതാ ഇതുപോലുള്ള ചെറിയ കുഴികൾ. നല്ല മണ്ണിളക്കം ഉണ്ട് കേട്ടോ. കൊത്തൊന്നും വേണ്ട. കൈക്കോട്ട് പതുക്കത്തിൽ ഒന്ന് വലിച്ചാൽ മതി. എന്നാലും ഇങ്ങനെ ആകുമ്പോ ഡെക്കറേഷൻ ആയിട്ട് നമ്മളെന്തായാലും 5 തൈ നട്ടു കൊടുക്കുന്നുണ്ട്. എന്തായാലും പോക്ക് തൈയും ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ ഇടയിൽ. അപ്പൊ നല്ല തലപ്പ് വരും നോക്കി എടുത്തു. അങ്ങനെതാ ഉമ്മ നട്ടു കൊടുക്കാം കേട്ടോ. അപ്പൊ എല്ലാവരും വീഡിയോ കണ്ടോളി. ഉമ്മയും ഞാനും മിണ്ടിയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ തെറ്റിന്ന് പറഞ്ഞിട്ട് ഭയങ്കര കമന്റ് ചെയ്യും. തെറ്റിയിട്ടുണ്ട് അലമ്മാടി ഞാൻ ദേഷ്യപ്പെട്ടു പറഞ്ഞിട്ട്. കുറച്ചുകൂടെ താത്തണ്ട മതിയോ? ഈ ഒരു സെറ്റ് ഉമ്മ നട്ടിട്ട് അടുത്ത കുഴിയിലൊക്കെ നമുക്ക് വേഗം വെച്ചു കൊടുക്കാം. റെഡിയാ പോയിക്കൊല്ലുമ്മ ഇതിൽ ട്രയൽ വെച്ചിട്ടേ. എന്തോ തയ്യൊക്കെ ഒരു അരളിച്ച വന്നിട്ടുണ്ട്. നമ്മൾ മാമന് നട്ടിട്ടുണ്ട് കേട്ടോ. മാമന് നമ്മൾ അരട്ര മാമനും കൊണ്ടുപോയിട്ട് മാമന് നട്ടിട്ടുണ്ട്. മാമൻ പറയുന്ന വലിയൊരു റെഡി ആയിട്ട് കൊണ്ട് വരുന്നില്ല. വിത്താ നല്ലത് ട്രെയിനെ കാട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും ട്രയൽ നോക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വിത്ത് ചെയ്തു, കുഴപ്പമില്ലാതെ നമുക്ക് ഉണ്ടായി കിട്ടി. പക്ഷെ പിന്നെ ട്രേ തൈ കിട്ടിയതുകൊണ്ട് അത് നട്ടു കൊടുത്താ. അടുത്തതിൽ കുഴി എടുക്കണം അല്ലേ. അപ്പൊ ഇതാ നട്ടത് കാണിച്ചില്ല. എങ്ങനെയായിട്ട് സെറ്റാക്കി നിർത്തുക. ഈ വളമൊക്കെ ഒന്ന് പിടിച്ച് ഒന്ന് മണ്ണിലേക്ക് പിടിച്ചാൽ തന്നെ തൈ ഒന്ന് റെഡിയായി കിട്ടും. പിന്നെ ശല്യം നോക്കേണ്ടത് തവള ചിലപ്പോൾ വന്ന് വെട്ടും. അത് എന്തായാലും നമ്മൾ ക്യാബേജിന്റെ തൈ നട്ടാലും എല്ലാത്തിൻ്റെ തൈയും ചെറിയ തൈ ഗ്രോ ബാഗിൽ നടുന്ന പോലെയല്ല. നട്ട് കഴിഞ്ഞാൽ വേഗം തവള വെട്ട്. പിന്നെ വയലല്ലാത്തതുകൊണ്ട് ഞണ്ടിന്റെ വെട്ടുണ്ടാവില്ല. നല്ല തൂമ്പ് വരുന്ന തന്നെ നോക്കിയെടുക്കുക. ഇന്ന് അത്യാവശ്യം നല്ല ചൂടുണ്ട് വെയിലിന്. കാരണം എങ്ങനെയും മഴ കണ്ട് മാറിയാൽ മതിയെന്ന്. കാപ്പിയെ ഇപ്പം 2 ദിവസം കഴിഞ്ഞാൽ പൂക്കലൊക്കെ ആയി. 2 ദിവസം കഴിഞ്ഞാൽ നല്ല കാപ്പി പൂക്കണ വീഡിയോ കാണിച്ചു കൊടുക്കാം എല്ലാവർക്കും. പ്രാവശ്യം വയനാട്ടിൽ നേരത്തെ എന്താ ഇന്നലെയൊക്കെ വാർത്ത പറയുന്നത്, ചില ഭാഗത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി. വലിയ എസ്റ്റേറ്റുകളിലൊക്കെ കാപ്പി ഇങ്ങോട്ട് നനഞ്ഞിട്ടേ നമ്മൾ ഉണക്കാനിട്ട കാപ്പി
ഭയങ്കര ബുദ്ധിമുട്ടായി എന്തായാലും മഴ. നമ്മളിപ്പോൾ കാപ്പിക്ക് വില വന്നത് ബ്രസീലിലും അങ്ങെത്തിയോ, ബ്രസീലിലൊക്കെ വരൾച്ചയും മഴ കൂടിയിട്ടും അങ്ങനെ പല കാരണങ്ങളാണ് പറയുന്നത്. ചിലപ്പോൾ പറയും ചില മാർക്കറ്റിൽ പറയും അവിടെ മഴ കൂടിയിട്ടാണ്, ചിലപ്പോൾ അവിടെ വരൾച്ച കൊണ്ടാണ്, അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും പറഞ്ഞിങ്ങനെ നിൽക്കുമ്പം കറക്റ്റ് നമ്മളെ വയനാട്ടിലും നമ്മളെ കേരളത്തിലൊക്കെ കാലാവസ്ഥ കണ്ട് തിരിച്ചടിയായി. ഈ കാപ്പിൻ്റെ വില എന്താവും അറിയില്ല. വിയറ്റ്നാമിൽ അതുപോലെ തന്നെ മഴേൻ്റെ ഒക്കെ പ്രശ്നം കൊണ്ടാണ് അങ്ങനെയൊക്കെ വന്നിട്ടാണ് കാപ്പിക്ക് വില കൂടിയത്. കെങ്ങയിലിട്ടോ? ഓ, കെങ്ങ വന്ന് വളം കൊടുത്തിട്ടോ കറക്റ്റ് അളവിലുള്ള ഇല എടുത്ത്. ആ, ഇതാണ് കെങ്ങ. 2 പടത്തുനിന്ന് നമ്മൾ നേരെ ഈ നിലത്ത് ഇവിടെ അങ്ങനെ അതൊക്കെ വരെ പടന്നിട്ട് കാണിക്കല്ലേ, അതിന് വേണ്ടിയിട്ടുള്ള സ്ഥലമൊക്കെ റെഡിയാണ്. കുറേ ആളിപ്പോൾ തണ്ണിമത്തൻ കൃഷി ചെയ്യുന്നുണ്ട്. നമ്മളെ വീട്ടിലെ ആവശ്യത്തിനൊക്കെ നല്ല മധുരവും കാര്യങ്ങളൊക്കെ കിട്ടും. ചിലത് കഴിഞ്ഞ വർഷം നമുക്ക് നിറം കുറച്ച് കുറഞ്ഞു അല്ലേ, എന്താ പക്ഷെ നല്ല മധുരം ഉണ്ടായിരുന്നു. എല്ലാവരും വീട്ടിലെ ആവശ്യത്തിനൊക്കെ തണ്ണിമത്തൻ ഇങ്ങനെ ചെയ്തു തരുന്ന നമ്മൾ വീഡിയോ എടുക്കൽ തുടങ്ങിയത്. അത് നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് ഫസ്റ്റ് വീഡിയോ ഇട്ടത് നമ്മൾ തണ്ണിമത്തൻ്റെ വിളവെടുപ്പായിരുന്നു. അന്നൊരു തണ്ണിമത്തൻ്റെ ഷോർട്സ് അല്ല നമ്മൾ ആദ്യം ഇട്ട്, അവിടുന്ന് തുടങ്ങിയതാണ് നമ്മളെ വീഡിയോ എടുപ്പ്. ഇപ്പം നമ്മൾ 2ാമത്തെ വർഷം, ഈ ജൂലൈ വന്ന അന്ന് കാണിക്കുക നമ്മളെ പഴയ നമ്മളെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ. അന്ന് ഒന്നും വോയിസ് ഒന്നും ഇല്ല, നമ്മൾ ട്യൂൺ ഇട്ടല്ലേ അന്ന്. അങ്ങനെ തുടങ്ങിയിട്ടാണ് നമ്മൾ വീഡിയോയിലോട്ട് ഇങ്ങോട്ട് വന്നത് അല്ലേ. 1 വർഷം കഴിഞ്ഞപ്പോൾ 2ാമത്തെ വർഷം ആവുന്നില്ലേ, 1 വർഷമായി, 1 വർഷമല്ലേ, 1.5 വർഷം. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് നമുക്ക് ഒരുപാട് ആളുകളായിട്ടുള്ള ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഈ വീഡിയോ ചെയ്യുന്ന ശേഷം. പിന്നെ ഒന്നും വിചാരിക്കരുത്, കുറേ ആളുകൾ പച്ചക്കറിയും കുറേ സാധനങ്ങൾ കൊറിയർ ചെയ്യുന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഒന്നും പറഞ്ഞല്ലോ, ഇവിടെ കുറച്ച് ഈ തൈ ഇങ്ങോട്ടായില്ലേ, അത് കുഴപ്പമില്ല അല്ലേ. നമുക്ക് എന്ത് ചെയ്യുക, ഈ ആഴ്ചയും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നാളെ തന്നെ കുറച്ച് കോളിഫ്ലവർ പറിച്ചെടുക്കാണ്ടാവും. കോളിഫ്ലവറും ക്യാബേജൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, വീടിൻ്റെ പണി ഉള്ളതുകൊണ്ടാണ് നമുക്ക് ചില വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നവർക്കൊന്നും ചിലപ്പോൾ റീപ്ലൈ കൊടുക്കാനൊന്നും കഴിയുന്നില്ല. ഒന്ന് വൈകുന്നേരമാവും പണികൾ. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമ്മൾ ഓട് പൊളിക്കുന്ന വാക്കുന്ന റെഡിയാക്കാനും അങ്ങനത്തെ സാധനങ്ങൾ മാറ്റാനും അങ്ങനെയൊക്കെ തിരക്കിലാണ്. എന്തായാലും നമുക്ക് മൊത്തം വീടിൻ്റെ ഓടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വീഡിയോയിൽ വീടൊന്നും കൂടെ കാണിച്ചു തരും. നടുവാന്ത് കുഴിയാക്ക് ഇവിടെ. തെങ്ങ് നടുന്നില്ല, അത് വേണ്ട വേണ്ട, നമുക്ക് നല്ല തൈകൾ നോക്കിയെടുക്കാം കേട്ടോ. ചിലതൊക്കെ ട്രയൽ വെച്ചിട്ട് തൂമ്പുള്ള നടാം. പ്രസ് ചെയ്തെടുത്തു. ഒന്നുകൂടെ എടുത്തോ. നല്ല ഇങ്ങനത്തെ ഇങ്ങനെ തൂമ്പ് വരുന്നത് നോക്ക്, എനിക്ക് അറിയോ നോക്കട്ടെ. ഇല കരിയാത്ത ചിലതൊക്കെ ഇല കരിഞ്ഞു. അതല്ലടാ, നന്നാ ഇതെടുത്തോ. ഈ നട് അപ്പൊ നമ്മളെ ലാസ്റ്റിലെത്തിട്ടോ. ഇതിൽ കെങ്ങ വളം കൊണ്ടിട്ടതേനു, മറച്ചിട്ടില്ല. കെങ്ങ നമ്മളെ ചെറിയ കൈക്കോട്ടെടുക്ക് കുഴി എടുക്കണേ. അതാ ഇഞ്ചി കൈക്കോട്ട്. ഇഞ്ചി കൃഷിക്കാണ്, ഇഞ്ചിയുടെ കഷ്ണം അങ്ങനെ വെച്ചു കൊടുക്കാനാണ് ഈ കൈക്കോട്ട്. ഈ ഒരു ഗ്യാപ്പ് അങ്ങനെ ഇഞ്ചി കൈക്കോട്ട് എന്നാ ഇവിടെ ഞങ്ങളൊക്കെ പറയതിന്. ഞാൻ കുഴിച്ചിട്ട് കെങ്ങന്റെ വക ഒരു മാന്തലും കൂടെ ഉണ്ട് അല്ലേ, ഒക്കെ വൃത്തിയാക്കി വെച്ചാ. ബാക്കിൽ പാഷൻ ഫ്രൂട്ടിന്റെ വള്ളി ഉണ്ട് കേട്ടോ, ആ ചവിട്ടല്ലേ. അപ്പോൾ ഇത്രയും തൈകൾ കൂടെ ഉണ്ട്. എന്തായാലും കുറച്ച് തൈ പോക്ക് തൈ നടാനൊക്കെ ആയിട്ട് വെക്കേണ്ടി വരും. നാളെ തന്നെ നമ്മളെ തവളയൊക്കെ പണി തുടങ്ങും. അതൊക്കെ എങ്ങനെ നട്ടു കൊടുക്കല്ലേ. തരാ എടാ, തൈ സെലക്ട് ചെയ്യണമല്ലോ. നമ്മൾ തെരഞ്ഞ് എടുത്തിട്ടേ ലാസ്റ്റ് ഇപ്പോൾ ഒരു ക്ലിയറായ തൈകൾ ഇങ്ങനെ അതിൽ വളഞ്ഞതാണെങ്കിലും കുഴപ്പമില്ല, അതെടുത്താച്ചോ.
പതുക്കെ പതുക്കെ വെക്കങ്ങേ. അതിന്റെ പോരുന്നില്ല. അയ്യോ അത് പോയിണ്ട്. എന്താണ് നട്ട് കൊടുക്കാം എന്തായാലും. നമ്മളെ ഇത് പോയിണ്ടല്ലോ ഇതിന്ന്, ചകിരിച്ചോറൊക്കെ പോയി ഇതിന്റെ മുരട്ടുന്ന്. ചിലപ്പോ വാടും, നനച്ചു കൊടുക്കാം. എന്നാൽ നല്ല തണുപ്പുണ്ടല്ലോ, സെറ്റായിട്ട് കിട്ടും. അയ്യാ ഓക്കെ, അങ്ങ് ഭയങ്കര സ്പീഡായല്ലോ. അത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടേ നല്ല തയ്യാ കേട്ടോ. നോക്കിയാട് അടുത്തോ, അല്ല ഇതെടുത്താലി വളഞ്ഞേ. ഓ വേണ്ട, കിട്ടി. ആയി, തൈകളായി. എങ്ങനെയാ അത് റെഡിയാക്കടാ വളഞ്ഞത്? അത് നീർത്തി വെക്കും മണ്ണില്. അങ്ങനല്ല, അത് തൈ എടുക്കേണ്ടി വരുമല്ലോ. ഇപ്പൊ നട്ട് കഴിഞ്ഞത് നടല് കഴിഞ്ഞു. അയ്യോ അതിൻ്റെ ഇതൊക്കെ കളഞ്ഞില്ലേ. ഈ 2 തൈനും പണി കിട്ടിയിരുന്നു ലാസ്റ്റത്തെ. നോക്കാം നമുക്ക് സെറ്റ് ആക്കി. ഇങ്ങനെ നീർത്തി വെക്കാം കേട്ടോ. ആ റെഡിയാവും. ഒന്ന് നനച്ചു കൊടുക്കാം. ഇനിയൊക്കെ എന്താ മണ്ണൊക്കെ തട്ടി കൊടുത്ത് അപ്പൊ കുറച്ച് തൈ നമുക്ക് പോക്ക് തൈ ആയിട്ട് മാറ്റി നടാണ്ട്. അപ്പൊ ഇത്രയുള്ള നമ്മളെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പൊ പറ്റുന്ന എല്ലാവരും ഒക്കെ എന്ത് ചെയ്യുക, തണ്ണിമത്തനൊക്കെ നിങ്ങൾ വീട്ടിലാവശ്യത്തിന്, കുറേ ഒന്നും ചെയ്യണ്ട, വീട്ടിലാവശ്യം ചെയ്തോളി. എന്തായാലും 1-2 തണ്ണിമത്തൻ എന്തായാലും കിട്ടും. ബാക്കി നമ്മളെ നോട്ടൊക്കെ അനുസരിച്ചിരിക്കും. ഇതിന്റെ മറ്റു വളർച്ചയും കാര്യങ്ങളൊക്കെ ഇനി വരുന്ന വീഡിയോയിലൊക്കെ നിങ്ങൾ കാണിച്ചു തരും. ഇവിടെ കുറച്ച് ഷെയ്ഡുള്ള സ്ഥലമാണ്, എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ റെഡിയാക്കി എടുക്കണം.